കൗമുദി ടി വിയുടെ കാർഷിക പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. പുരയിട കൃഷിയുടെ കാലമാണിത്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ അന്നം വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ മാത്രമല്ല, അയൽപ്പക്കക്കാർ കൂടി അത് സംഭാവന ചെയ്യുമ്പോഴാണ് സമഗ്ര പുരയിട കൃഷി പൂർണ്ണമാകുന്നത്. അത്തരത്തിൽ സമഗ്ര പുരയിട കൃഷി മാതൃക തീർക്കുന്ന ഒരു വീടിനെയാണ് ഇന്ന് ഹരിതസുന്ദരം പരിചയപ്പെടുത്തുന്നത്. വീട്ടിലെ താമസക്കാരാകട്ടെ സർക്കാർ ജീവനക്കാർ, ഡോക്ടർ ശ്രീകുമാറും പ്രേമവല്ലി. സർക്കാർ ജീവനത്തിന് ഉപരിയായി കാർഷിക സബരി നടത്തുന്ന കല്ലമ്പലത്തെ കൃഷ്ണപ്രിയയിൽ നിന്നും കാണാം ഹരിതം സുന്ദരം. വീട്ടുമുറ്റത്തെ ചെറിയ കൃഷിയിലായിരുന്നു തുടക്കം. വീട്ടമ്മ കൂടിയായ പ്രേമവല്ലിയാണ് ഇവിടെ നായിക. സമഗ്ര പുരയിട കൃഷി എന്നാൽ കൃഷി മാത്രമല്ല, പറമ്പിൻ്റെ ചൈതന്യം കൂടിയാണത്. വീട്ടിലേക്കാവശ്യമായ അന്നം ഉണ്ടാക്കുന്നത് കൂടാതെ പറമ്പിലേക്കാവശ്യമായ ജൈവവളം കൂടി സംഭാവന ചെയ്യുമ്പോൾ കൃഷി സമ്പൂർണ്ണമാകും. വീട്ടുവളപ്പിൽ തന്നെ ഒരു കോഴിക്കൂട് തീർത്തു. ഒന്നാന്തരം പുള്ളിക്കോഴികളായ ഗ്രാമശ്രീക്കാണ് ഇവിടെ പാർക്കാനിടം. GI പൈപ്പുകളിൽ ഉയർന്ന് വയർമെഷുകൾ അതിർത്തി തീർക്കുന്ന കൂടുകളുടെ മേൽക്കൂര ഫൈബർ കോട്ടഡ് ടിൻഷീറ്റുകളാണ്. 7 കോഴികൾക്ക് സുഖമായി പാർക്കാവുന്ന കൂട്. ഗ്രാമശ്രീയെ കൂടാതെ നാടൻ കോഴിയിനമായ നേക്കഡ് നെക്കുമുണ്ട്. നെടുകെ പിളർന്ന PVC പൈപ്പിലാണ് തീറ്റ. വെള്ളം കുടിക്കാനാകട്ടെ നിപ്പിൾ ഡ്രിങ്കറുകളും. കൂടിൻ്റെ പുറത്തു വച്ചിരിക്കുന്ന 12 ലിറ്റർ കൊള്ളുന്ന ബക്കറ്റിലാണ് വെള്ളം ശേഖരണം. കുടിക്കാൻ നിപ്പിളുകൾ വന്നതോടെ തീറ്റ നനയാതെ വയ്ക്കാമെന്നായി. മുട്ടയിട്ടാൽ അത് നേരെ ഉരുണ്ട് എത്തിക്കൊള്ളും. നെല്ലും ധാന്യവും വെള്ളവുമൊക്കെ തരാതരം പോലെ കോഴികൾക്ക് നൽകാൻ പ്രേമ മുന്നിലുണ്ട്. പറമ്പിൻ്റെ ഒരോരത്തായി ഒരു കുഞ്ഞു കൂടാരം. അവിടെയാണ് കറുമ്പി ബെച്ചൂറിന് സ്ഥാനം. ബെച്ചൂർ പൈക്കൾ ആൾ ചില്ലറക്കാരല്ല. ഒന്നാന്തരം A2 കേസീൻ എന്ന മാംസ്യമാണ് പാലിലുള്ളത്. ഇന്നുള്ള പല ജീവിതശൈലീ രോഗങ്ങൾക്കും പ്രതിവിധി. ബെച്ചൂർ കറുമ്പി ഇന്നലെ ഒന്ന് പെറ്റതേയുള്ളൂ. അവർക്കും വേണം കൃത്യമായ പരിപാലനം. പിറന്നതും കാളക്കുട്ടിയാണ്. പാൽമധുര നുണയാനായി അവൻ ഇടിച്ച് മുന്നിലുണ്ട്. വാത്സല്യം ചുരത്തി കറുമ്പി. നാഴൂരിപ്പാലേ തന്നുള്ളൂ എന്നതിൽ പരിഭവമില്ല. 1-2 പേരുടെ ആവശ്യത്തിന് അത് ധാരാളം. ചെറു കൊഴുപ്പ് കണങ്ങളുള്ള വെച്ചൂരിൻ്റെ പാല് ഉത്തമ ഔഷധം കൂടിയാണ്. അവർക്ക് സ്വൈര്യമായി പാർക്കാൻ ഒന്നാന്തരം തറ തീർത്തു. റബ്ബർ മാറ്റുകളിലാണ് ആടിയുലഞ്ഞുള്ള ആ നിൽപ്പ്. കുടിക്കാനുള്ള വെള്ളമെത്തുന്നത് സ്വയം നിയന്ത്രിത പാനപാത്രങ്ങളിൽ. വശങ്ങളൊന്നും മറച്ചിട്ടില്ല എന്നുള്ളതാണ് കാലിക്കൂടാരത്തിൻ്റെ പ്രത്യേകത. വായു അനായാസേന കയറി ഇറങ്ങിപ്പോകും. പച്ചപ്പുല്ലും വൈക്കോലുമൊക്കെ സമൃദ്ധമായി എപ്പോഴും മുന്നിലുണ്ട്. മൃഗസംരക്ഷണ വകുപ്പിലെ ഡോക്ടർ കൂടിയായ ശ്രീകുമാറിൻ്റെ താൽപ്പര്യത്തിനൊത്താണ് കറുമ്പി എത്തിയത്. ചെറു പുരയിട കൃഷി എന്ന സങ്കല്പത്തിൽ നിന്ന് ശ്രീകുമാറും പ്രേമവല്ലിയും നേരെ പോയത് ഒരു ചെറു ഫാമിലേക്കാണ്. കാരണം മറ്റൊന്നുമല്ല, സ്വന്തം വീട്ടാവശ്യത്തിന് മാത്രം അന്നമുണ്ടാക്കിയാൽ പോരാ, സമൂഹത്തിന് ഒരു ചെറു മാതൃക കൂടി അത് കാണിക്കണം. നല്ല മണ്ണിൽ നിന്ന് നല്ല ആഹാരം ഉണ്ടാക്കി നൽകുന്നത് ഒരു സുഹൃതം കൂടിയാണ്. അത് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ഇരുവരും ഉറച്ചു. വീടിനോട് ചേർന്ന പറമ്പിൽ നല്ല ഒരു ഫാം സജ്ജീകരിച്ചു. 1-2 2 ഡസനോളം വരും പൈക്കളുടെ സംഖ്യ. മുഖത്തോട് മുഖമാണ് നിൽപ്പ്. പൈക്കൾക്കായി ഉറച്ച കോൺക്രീറ്റ് തറ. ആ തറയിൽ നന്നായി ആടിയുലഞ്ഞു നിൽക്കുവാൻ റബ്ബർ മെത്തകൾ. കുളമ്പും മുട്ടുമൊന്നും തേയില്ല എന്ന പ്രത്യേകതയുണ്ട്. പൈക്കളുടെ കൂടാരത്തിലെ അളവിലുമുണ്ട് ചില കാര്യങ്ങൾ. നീളത്തിൽ 6 അടിയെങ്കിലും വേണം പൈയൊന്നിന്. പരസ്പരം മുട്ടാതെ നിൽക്കുവാൻ PVC പൈപ്പിനുള്ളിൽ കോൺക്രീറ്റ് നിറച്ച തൂണുകൾ, ഓരോന്നും 110 സെൻറ്റിമീറ്റർ ഇടവിട്ട്. പരമ്പരാഗത ശൈലിയിൽ പുൽത്തൊട്ടിയോ വെള്ളപ്പാത്രമോ ഒന്നുമില്ല. കുടിക്കുവാൻ സ്വയം നിയന്ത്രിത പാനപാത്രങ്ങളാണ്. വായു അനായാസന കയറിയിറങ്ങുന്ന തൊഴുത്തിൽ മേൽക്കൂര തീർത്തിരിക്കുന്നത് ഫൈബർ കോട്ടഡ് ടിൻ ഷീറ്റുകളാണ്. ഉഷ്ണവായു പുറത്തു പോകാൻ ട്രസ് വർക്കുകളുണ്ട്. കാലിക്കൂടാരത്തിന് ചുറ്റും കൃഷിയുടെ ഹരിതാഭയും തണലുമുണ്ട്. ഒരു നല്ല ഫാമായാൽ പൈക്കളുടെ മിശ്രിതം വേണം എന്ന നിർബന്ധമുണ്ടായിരുന്നു ശ്രീകുമാറിന്. അതുകൊണ്ട് തന്നെ ഹോൾസ്റ്റൈൻ ഫ്രീസിയൻ, ജേഴ്സി, സുനന്ദിനി എന്നീ പൈക്കളെ ഒപ്പം കൂട്ടി. കൂട്ടത്തിൽ ഹോൾസ്റ്റൈനാണ് താരം. 18 മുതൽ 24 ലിറ്റർ വരെ പാൽ ചുരത്തുന്ന ഹോൾസ്റ്റൈൻ ശ്രീകുമാറിൻ്റെ നന്ദനം ഫാമിലുണ്ട്. വർഷത്തിൽ 300 ദിവസമെങ്കിലും കറക്കാവുന്നവരാണ് HF പൈക്കൾ. പാൽക്കൊഴുപ്പ് അല്പം കുറയുമെങ്കിലും ദീർഘമായ കറവ കിട്ടും. പാൽക്കൊഴുപ്പിന് പരിഹാരമായി വന്നത് ജേഴ്സി പൈക്കളാണ്. സുദീർഘമായ കറവയില്ലെങ്കിലും ഉയർന്ന കൊഴുപ്പുള്ള പാലാണ് ജേഴ്സിയുടേത്. പാത്രം പോലെ കുഴിഞ്ഞ നെറ്റിത്തടവും കരിങ്കണ്ണുകളുമായി ജേഴ്സി അങ്ങനെ വിലസി നിൽക്കും. കേരള കാലാവസ്ഥയ്ക്കിണങ്ങിയ സുനന്ദിനി പൈക്കൾ കൂടി നന്ദന ഫാമിലെത്തി. പകുതിയോളം പൈക്കൾ എപ്പോഴും ചെനയായി നിന്നാലേ ആദായകരമായി ഫാം നടത്താൻ കഴിയും.
ആ തത്വങ്ങളൊക്കെ ഭംഗിയായി പാലിച്ചിട്ടുണ്ട് താനും. പുരയുടെ കൃഷിയുടെ ശക്തമായ മാതൃകകൾ തീർക്കുന്ന നന്ദനം ഫാംസിൻ്റെ നായകൻ ഡോക്ടർ ശ്രീകുമാർ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹവുമായി ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം ശ്രീകുമാർ. നമസ്കാരം. പ്രൊഫഷൻ കൊണ്ട് ഒരു ഡോക്ടറായിരിക്കെ ഒരുപക്ഷെ സമൂഹത്തിന് ഒരു നല്ല സന്ദേശം നൽകുന്ന രീതിയിൽ നല്ലൊരു ഫാം പ്രവർത്തനം കാഴ്ചവെക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? പറയാൻ കഴിയും. വളരെ കാലം ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന എനിക്ക് ജനങ്ങളുടെ ഈ പറഞ്ഞ മേഖലയിലുണ്ടാകുന്ന താല്പര്യം മനസ്സിലാവുകയും ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ഒരു മാതൃകാ ഫാം സെറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്രധാനമായ ലക്ഷ്യവും. അതിലൂടെ ജനങ്ങൾക്ക് ഈ പറഞ്ഞ പാല്, മുട്ട അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാകുന്നൊരു സാഹചര്യം മനസ്സിൽ കണ്ടു. ഒരു ഫാം നടത്തുമ്പോൾ പ്രത്യേകിച്ചും ഒരു പുരയുടെ കൃഷിയിൽ പ്രത്യേകിച്ചും പോലെ സംയോജിത കൃഷിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒന്ന് പശുക്കളുമായിട്ടുള്ള ഇടപെടലുണ്ട്, അതോടൊപ്പം തന്നെ താറാവ്, കോഴി, ആട് ഇങ്ങനെയുണ്ട്. ഒരു സംയോജിത ഫാം നടത്തുന്നതുകൊണ്ടുണ്ടാകുന്നൊരു പ്രയോജനം എന്താ? നമ്മുടെ കുറഞ്ഞ സ്ഥലത്ത് പരമാവധി ഉൽപ്പാദനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് അത്തരത്തിലൊരു പ്ലാൻ ചെയ്തത്. എല്ലാ സ്ഥലവും പൂർണ്ണമായിട്ടും യൂട്ടിലൈസ് ചെയ്യുക. ഒരു ചെറിയ വസ്തുവുള്ള ഒരു വ്യക്തിക്ക് പോലും ഒരു ഡയറി ഫാമോ അല്ലെങ്കിൽ ഒരു ഗോഡ് ഫാമോ ഒക്കെ തുടങ്ങാൻ കഴിയും എന്നുള്ളത് ഇതിലൂടെ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അതെനിക്ക് വിജയകരമാണ് എന്ന് എനിക്ക് പറയാൻ കഴിയും. ഈ നാളിതുവരെയുള്ള ഒരു അനുഭവത്തിൽ ചിലതൊക്കെ തമ്മിൽ ചേരുന്നില്ല എന്ന് തോന്നിയിട്ടുള്ള അനുഭവങ്ങളുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഒഴിവാക്കപ്പെടേണ്ടത് എന്താണ്? അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. പൊതുവെ എല്ലാം വളരെ നല്ല രീതിയിലാണ് ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതലുമായിട്ടുള്ള ഈ പറഞ്ഞ മേഖലയിൽ നോക്കുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ വേസ്റ്റ് ഡിസ്പോസലാണ്. ഡങ്ങും യൂറിനും ഒക്കെ ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായ ബുദ്ധിമുട്ട്. വസ്തു കുറച്ചുള്ള വ്യക്തിയെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ട് അത് പൂർണ്ണമായിട്ടും ഇപ്പോൾ ഞാൻ കൃത്യമായ ഡങ് പിറ്റിൽ ലോഡ് ചെയ്യുകയും അത് കൃത്യമായ ഇടവേളകളിൽ അതിന് നമ്മുടെ EM സൊല്യൂഷനൊക്കെ ഒഴിച്ച് അതിൻ്റെ ഗന്ധമൊക്കെ കുറച്ച് കൃത്യമായ ഇടവേളകളിൽ അത് പുരയിടങ്ങളിലേക്ക് കൊണ്ടുപോയി വേണ്ട കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. വൃത്തിയും വെടിപ്പുമാണ് നന്ദന ഫാമിൻ്റെ പ്രത്യേകത. താഴെ വീഴുന്ന വളം അപ്പപ്പോൾ മാറ്റും. പൈക്കളെ കുളിപ്പിക്കലില്ല, പകരം മേനിയുരുമുന്നതാണ് രീതി. കറവയ്ക്ക് മുമ്പ് മൃദുവാർന്ന ജലധാരയിലൂടെ അകിട് കഴുകും. കറവയ്ക്കുമുണ്ട് ഒരു പ്രത്യേകത. പൂർണ്ണമായും യന്ത്രക്കറവയാണ് നന്ദനം ഫാമിൽ. ടീറ്റ് കപ്പുകളും പൾസേറ്ററുകളും അടങ്ങുന്ന യന്ത്രം വാക്വം സഹായത്തിലാണ് പ്രവർത്തിക്കുക. മിനിറ്റിൽ 52 പ്രാവശ്യം മിടിക്കുന്ന സങ്കോച വികാസങ്ങളിലൂടെയാണ് പൾസേറ്റർ കറവ സാധ്യമാക്കുക. ടീറ്റ് കപ്പ് പിടിപ്പിച്ചു കഴിഞ്ഞാൽ സുതാര്യമായ ട്യൂബിലൂടെ പാൽപ്പുഴ ഒഴുകിയെത്തും. 10 ലിറ്ററോളം പാലുള്ള പൈക്കളെ കറക്കാൻ കേവലം 5 മിനിറ്റ് മതി എന്ന പ്രത്യേകതയുമുണ്ട്. പുരയുടെ കൃഷിയേക്കാൾ ശ്രദ്ധ വേണം നല്ല ഒരു ഫാം നടത്തുവാൻ. ശ്രീകുമാറും പ്രേമവല്ലിയും എന്നും ഫാമിലെത്തും. എല്ലാ കാര്യങ്ങളിലും ഒരു നോട്ടം വേണം. എന്നും എപ്പോഴും അത് ഉണ്ടാകുകയും വേണം. പാലിന് ആവശ്യക്കാരേറെയാണ്. ഒരു നാടിനെ മുഴുവൻ പാൽ കുടിപ്പിക്കുവാൻ കഴിഞ്ഞ സന്തോഷം ഇവർ മറച്ചുവെക്കുന്നില്ല. രാവിലെയും വൈകിട്ടും ആളുകളെത്തും. കറവ മെഷീൻ്റെ ക്യാനുകളിലെത്തുന്ന പാൽ ബക്കറ്റുകളിലേക്ക് പകരും. നേരെ കൗണ്ടറിലേക്കാണ് പാൽ പോവുക. ആവശ്യക്കാർക്ക് അത് കൃത്യമായ അളവിൽ നൽകുവാൻ ജീവനക്കാരുമുണ്ട്. പശു ഒരു ഫാക്ടറിയാണ്. കൃത്യമായ ഇന്ധനം ചെന്നാലേ അതിൽ നിന്ന് ഉൽപ്പന്നങ്ങളുണ്ടാവൂ. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും അളന്നളന്നാണ് റേഷൻ. 1 ലിറ്റർ പാലിന് 400 ഗ്രാം എന്ന തോതിൽ സാന്ദ്രീകൃത തീറ്റയുണ്ട്. അതിനു പുറമെ എല്ലാവർക്കും 2 കിലോ റേഷൻ അധികവും. സാന്ദ്രീകൃത തീറ്റ കഴിഞ്ഞാൽ പിന്നെ ഒരു സ്പെഷ്യൽ തീറ്റ നന്ദന ഫാമിലുണ്ട്. നന്നായി പുല്ല് വിളയുന്ന സീസണിൽ അത് തുണ്ടം തുണ്ടമായി മുറിച്ച് മൊളാസസുമായി ചേർത്ത് സൂക്ഷിച്ചു വെക്കുന്ന സൈലേജ് തീറ്റയാണിത്. സൈലേജിൻ്റെ രുചിയും ഗന്ധവുമൊക്കെ ഗോക്കൾ നന്നായി ആസ്വദിക്കും. കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിലെ വൈക്കോൽ ഒട്ടും വിടാറില്ല. അവ കിട്ടാവുന്നത്ര സംഭരിച്ചു വെക്കും. നല്ല വൈക്കോലിൻ്റെ ഒരു പിടി രാത്രികാലത്ത് നൽകും. ദഹനപ്രക്രിയ എളുപ്പമാക്കാൻ ഇത് സഹായിക്കും. പാൽക്കൊഴുപ്പിനും യോജിച്ച ഘടകങ്ങൾ വൈക്കോലിലുണ്ട്. പറമ്പിലെ ഒരു സ്ഥലം പോലും പാഴാക്കിയില്ല എന്നതിലാണ് ശ്രീകുമാറിൻ്റെ കൃഷിയിലെ യുക്തി. ഒഴിഞ്ഞ ഒരിടത്ത് ആടുകൾക്കായി പ്രത്യേക സ്ഥാനമുണ്ട്. ഒക്കെയും മലബാറി ഇനങ്ങൾ. മലബാറി എന്നാൽ തലശ്ശേരി ആടാണ്. അറേബ്യൻ വ്യാപാരികൾ കേരളത്തിൽ കൊണ്ടുവന്ന ഇനം.
കേരളത്തിലെ നാടൻ ആടുകളുമായി സങ്കര പ്രജനനം നടത്തി ഉണ്ടായവരാണ് മലബാറികൾ. ഒറ്റ പ്രസവത്തിൽ 2 മുതൽ 3 വരെ കുട്ടികളെ കിട്ടും എന്ന പ്രത്യേകതയുണ്ട്. ആട്ടിൻകൂടിൻ്റെ നിർമ്മാണം പ്രത്യേക രീതിയിലാണ്. സ്ലാറ്റാണ് ഇവിടുത്തെ താരം. വിദേശനിർമ്മിത പ്ലാസ്റ്റിക്കിനാൽ ഒട്ടിച്ചു ചേർക്കാവുന്ന രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന സ്ലാറ്റ് ഒന്നാം തരം തറയാണ്. എപ്പോൾ വേണമെങ്കിലും ഇളക്കി മാറ്റി എങ്ങോട്ട് വേണമെങ്കിലും കൂട് നിർമ്മിക്കാം. സ്ലാറ്റിൻ്റെ പ്ലേറ്റുകൾ കൂടിന് വൃത്തിയും വെടിപ്പും നൽകും. ഒന്നിലധികം ആടുകൾക്ക് ഒരുമിച്ച് തീറ്റ നൽകുന്നതാണ് നന്ദനം ഫാംസിൻ്റെ രീതി. ഹൈബ്രിഡ് നേപ്പിയർ ഉൾപ്പെടെയുള്ള പുൽച്ചെടികൾ മുറിച്ച് ഉയരത്തിൽ കെട്ടിത്തൂക്കും. തീറ്റയിൽ ആടുകളിൽ ഒരു മത്സരമുണ്ടാക്കാനാണിത്. ഒരു ഗവൺമെൻറ് ജീവനം, പ്രത്യേകിച്ചും അല്പം കൂടി എനിക്ക് സൂപ്രണ്ടാണ്, ഒരു ഫാമിൻ്റെ സൂപ്രണ്ട് കൂടിയായി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെയൊക്കെ ഔദ്യോഗിക ജീവിതത്തിലുണ്ടാകുന്ന ആത്മസംഘർഷം പരിഹരിക്കുവാൻ ഈ ഒരു ഫാം മാതൃക സഹായകരമാകുന്നു. ഉറപ്പായിട്ടും വലിയൊരു മാനസിക സംഘർഷം ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഈ ഒരു ഫാം തുടങ്ങുന്നത് തന്നെ. കാര്യം എൻ്റെ ജീവിതത്തിലുണ്ടായ ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ എൻ്റെ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഞാൻ ആക്ച്വലി ഈ ഫാം ആരംഭിച്ചത്. അതിൽ ഞാൻ വളരെയധികം വിജയിച്ചു. എനിക്ക് വളരെ രാവിലെയും വൈകിട്ടും എല്ലാം ആ ഫാമിൽ പോയി നിൽക്കുമ്പോഴും കന്നുകാലികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴും അത് കഴിക്കുന്നത് കാണുമ്പോഴും ഉണ്ടാകുന്ന ആത്മസംതൃപ്തി പറഞ്ഞറിയിക്കാൻ കഴിയാത്തത് തന്നെയാണ്. ശ്രീകുമാറിനുണ്ടായി എന്ന് പറയുന്നതുപോലെയുള്ള ഒരു ആത്മസംതൃപ്തി അനുഭവിക്കാൻ ധാരാളം ആളുകൾ അവസരം കാത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവർ പലരും പുതിയ ഫാം സംരംഭകരായി വന്നേക്കാൻ സാധ്യതയുണ്ട്. അത് ഒരുപക്ഷെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ പലരും ഈ അഭിമുഖം കാണുന്നുണ്ടാവും. അവർ നോക്കുമ്പോൾ ഇങ്ങനൊരു മാതൃക ചെയ്യണം എന്ന് താല്പര്യപ്പെട്ടവർ മുന്നോട്ട് വന്നാൽ അവർക്ക് വേണ്ട സാങ്കേതിക ഉപദേശങ്ങൾ നൽകാൻ കഴിയും. ഉറപ്പായിട്ടും അത് ഈ പറഞ്ഞ ഏതൊരു വ്യക്തിക്കും ഏതൊരു സമയത്തും കോസ്റ്റ് ഫ്രീ ആയിട്ട് ഇത്തരം ഉപദേശം നൽകുന്നതിൽ വളരെയധികം സന്തോഷമാണ്. കൂടുതൽ ആൾക്കാരെ ഈ മേഖലയിലേക്ക് കടന്നു വരണമെന്നുള്ളതും കടന്നു വരുന്ന ആൾക്കാർ മേഖലയിൽ തുടങ്ങുന്നതിന് മുൻപ് ഏതെങ്കിലും സാങ്കേതിക വിദഗ്ധരുമായി ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രമേ അത്തരം മേഖലയിൽ കടന്നു വരാവൂ എന്നുള്ളതാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. ധാരാളം പേര് ഫാം കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷമാണ് ഒരു സാങ്കേതിക വിദഗ്ധനെ പലപ്പോഴും കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സാങ്കേതിക വിദഗ്ധന് കൂടുതലായിട്ട് ഉപദേശങ്ങളൊന്നും നൽകാൻ കഴിയില്ല. കാര്യം ഒരു ബിൽഡിങ്ങും കാര്യങ്ങളും എല്ലാം കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം പിന്നെ ചെറിയ രീതിയിലുള്ള ഉപദേശങ്ങൾ മാത്രമേ നൽകാൻ കഴിയത്തുള്ളൂ. അപ്പോൾ തുടക്കമേ തന്നെ നമ്മൾ ഒരാളിനെ ഉപദേശവുമായി തേടി വരികയാണെങ്കിൽ അദ്ദേഹത്തിനെ കൂടുതൽ ലാഭകരമായിട്ടും ശാസ്ത്രീയമായും നമുക്കിത്തരം കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നതിനുള്ള സാങ്കേതിക സഹായം നൽകാൻ കഴിയും. ഇനി എന്താണ് ശ്രീകുമാറിൻ്റെ ഒരു സ്വപ്നം? വളരെ സന്തോഷകരമായ നമ്മുടെ ഔദ്യോഗിക ജീവിതം പൂർത്തീകരിക്കുമ്പോൾ ഇതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കുറച്ചുകൂടെ വിപുലമായ രീതിയിൽ ഒരു ഫാമുമായി മുന്നോട്ട് പോവുക, അതുതന്നെയാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ധാരാളം പേർക്ക് ഉപദേശങ്ങൾ നൽകി രാജ്യത്തിൻ്റെ പുരോഗതിയിൽ പങ്കാളികളാകാൻ താങ്കൾ കൂടി കഴിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറ്റൊരിടം കിട്ടിയപ്പോൾ അവിടെ കോഴികളായി. ഒക്കെയും കൈരളി കോഴികൾ. കേരളത്തിൻ്റെ നാട്ടുകോഴികളായ തിത്തിരിക്കോഴി, കരിങ്കോഴി, പോരുകോഴി എന്നിവ വിദേശ കോഴികളുമായി ഇണചേർന്നുണ്ടായവരാണ് കൈരളി കോഴികൾ. മുട്ടയാകട്ടെ നല്ല തവിട്ട് നിറം. തവിട്ട് നിറമുള്ള മുട്ടയ്ക്ക് വിപണിയിൽ ഉയർന്ന ഡിമാൻഡുണ്ട്. വർഷത്തിൽ 100ഓളം മുട്ടയെങ്കിലും ഇടുന്നവരാണ് കൈരളി കോഴികൾ. പ്രധാന പ്രത്യേകത അടയിരിക്കും എന്നുള്ളതാണ്. അടയിരുന്ന് മുട്ട വിരിയിക്കുവാൻ അവർ എപ്പോഴും റെഡി. 3ഓളം റണ്ണറുകളിൽ നിറയുന്ന സ്ലാറ്റുകളിലാണ് കോഴിക്കും സ്ഥാനം. അതുകൊണ്ട് തന്നെ കോഴിക്കൂടിനും ഒരു വെടിപ്പുണ്ട്. പറമ്പായാൽ കുളം ഒന്നെങ്കിലും വേണം. കുളത്തിലോ താറാവും മീനും. ഒന്നാം തരം സംയോജിത കൃഷിയുടെ മാതൃക കൂടിയാണിത്. സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്ന കുളത്തിലേക്ക് പായൽ വളരുന്നതോടെ മീനുകൾക്ക് അത് ആഹാരമാകും. കാർപ്പ് മത്സ്യങ്ങളായ രോഹു, കട്ല, മൃഗാൽ എന്നിവയാണ് പ്രധാന കൃഷി. കുളത്തിൻ്റെ വൃത്തിക്കും പ്രാണവായു വർദ്ധിപ്പിക്കുന്നതിനും മറ്റു മാർഗങ്ങൾ ശ്രീകുമാർ തേടിയില്ല. താറാവുകളെ വരിവരിയായി ഇറക്കിവിട്ടു. എല്ലാം കുട്ടനാടിൻ്റെ സ്വന്തം ചാരയും ചെമ്പല്ലിയും. ചാര, ചെമ്പല്ലി താറാവുകൾ ഉയർന്ന രോഗപ്രതിരോധ ശേഷിയുള്ളവരാണ്. മുട്ടയ്ക്കാകട്ടെ വിപണിയിൽ വലിയ ഡിമാൻഡുണ്ട്. അധികകാലം കേടുകൂടാതെ ഇരിക്കും എന്നതാണ് ചാരയുടെയും ചെമ്പല്ലിയുടെയും മുട്ടയുടെ പ്രത്യേകത. താറാവുകൾക്ക് കൂട്ടിനായി പച്ചിലപ്രിയൻ വാത്തകളുണ്ട്. ചൈനീസ് വാത്തകൾ ശുഭ്രശോഭയുള്ളവരാണ്. മഞ്ഞ ചുണ്ടും മഞ്ഞ കാലുകളുമായി അവർ നീന്തുമ്പോൾ അരയന്ന സൗന്ദര്യം ആരും ഓർത്തുപോകും.
തവിട്ടുനിറ തൂവലും കറുത്ത ചുണ്ടുമായി എംഡൻ വാത്തകളും ഒപ്പമുണ്ട്. വാത്ത ചില്ലറക്കാരല്ല. വിരിഞ്ഞിറങ്ങിയാൽ ജോഡിയൊന്നിന് 4 സംഖ്യകളിലാണ് വില തുടങ്ങുക. പറമ്പിലെ കാവൽക്കാർ കൂടിയായ ഇവർ ഒരു ചെറുനായയുടെ പ്രയോജനം ചെയ്യും. ഫാം ചെറുതായാലും വലുതായാലും അടിസ്ഥാന സൗകര്യമൊരുക്കുകയാണ് പ്രധാനം. തീറ്റപ്പുൽ ഒരു കൃഷിയായി തന്നെ വേണം. അതുകൊണ്ട് തന്നെ ഒഴിഞ്ഞ പറമ്പിൽ ഹൈബ്രിഡ് നേപ്പിയർ കൃഷിയുണ്ട്. കണ്ണെത്താ ദൂരത്തോളം വിളഞ്ഞുകിടക്കുന്ന ഹൈബ്രിഡ് നേപ്പിയറാണ് മുഖ്യ തീറ്റ. 45-ാം പക്കം തന്നെ കൊയ്യാം. തൊഴുത്ത് കഴുകുന്ന വെള്ളവും മാലിന്യങ്ങളുമെല്ലാം സ്ലറിയായി നേരെ പുൽത്തോട്ടത്തിലെത്തും. അതുതന്നെയാണ് ഈ തോട്ടത്തിൻ്റെ ചൈതന്യവും. ഗാർഹിക മാലിന്യവും ഫാം മാലിന്യവുമൊക്കെ മികച്ച വളമാക്കി മാറ്റാൻ പ്രേമവല്ലിക്ക് ബിരുദേറെ. അതുകൊണ്ട് തന്നെ പറമ്പിൻ്റെ ഒഴിഞ്ഞ ഒരിടത്ത് വിശാലമായ വെർമി കമ്പോസ്റ്റ് യൂണിറ്റുകളുണ്ട്. ഹോളോ ബ്രിക്സിൽ പ്രത്യേക ക്യാബിനുകൾ തിരിച്ച് വയർമെഷ് അടപ്പുകൾ കൊണ്ട് ഭദ്രമാക്കിയിരിക്കുകയാണ് വേമി കമ്പോസ്റ്റ്. വേമി കമ്പോസ്റ്റിൻ്റെ നിർമ്മാണത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടെന്ന് പ്രേമവല്ലി പറഞ്ഞു. സദാ ജാഗ്രത പുലർത്തേണ്ട ഒന്നാണ് ഫാം. ഒരു കുടുംബമല്ല, ഒന്നിലധികം കുടുംബങ്ങൾക്ക് ആശ്രയമാണത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും പ്രത്യേക ശ്രദ്ധ വേണം. ചെറിയ പാളിച്ചയിൽ പോലും വലിയ അപകടങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ എല്ലാം ശ്രദ്ധയോടെയും പ്രതിബദ്ധതയോടെയും നിർവഹിക്കണം. അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് ശ്രീകുമാർ. മാലിന്യ നിർമ്മാർജ്ജനമാണ് ഇന്ന് സംസ്ഥാനം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി, പ്രത്യേകിച്ചും ഗാർഹിക മാലിന്യവും ഫാം മാലിന്യങ്ങളും. അക്കാര്യത്തിൽ ശ്രദ്ധേയമായ നേതൃത്വം നൽകുകയാണ് വീട്ടമ്മയും ഉദ്യോഗസ്ഥ കൂടിയായ പ്രേമവല്ലിയിൽ നിന്ന് ചില വിശേഷങ്ങൾ അറിയാം. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ വേമി കമ്പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ശ്രദ്ധേയമായ മാലിന്യ നിർമ്മാർജ്ജന പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങളെന്നൊന്ന് വിശദീകരിക്കാം. ഞങ്ങളൊരു 500ഓളം വാഴ കൃഷി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇലയും മറ്റ് തടയെല്ലാം പശുവിന് കൊടുത്താലും പിന്നെയും മാണം മറ്റ് സാധനങ്ങൾ വേസ്റ്റ് ഇഷ്ടംപോലെ വേസ്റ്റ്. ഒരു വാഴയിൽ ഏകദേശം 25 കിലോ വേസ്റ്റ് വരും. അപ്പോൾ ഈ വേസ്റ്റ് നമ്മൾ തെങ്ങിൻ്റെ ചുവട്ടിലോ ഇവിടെ ഇടുകയാണെങ്കിൽ തടപ്പുഴു അധികം ആകാനും ഇതേപോലെ തന്നെ കൊതുമുട്ടയിട്ട് പരിസരം മലിനീകരണം ആവാനും എല്ലാം അതുകൊണ്ട് തന്നെ ഈ ഒരു വാഴ കുല വെട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ കിളച്ച് അതിൻ്റെ വാഴ മാണവും പശുവിന് വേണ്ടാത്ത ബാക്കി അവശിഷ്ടങ്ങളും മണ്ണിര കമ്പോസ്റ്റ് ടാങ്കിലേക്ക് മാറ്റി അതോടൊപ്പം തന്നെ ചാണകം ആസറ്റ് ചാണകത്തിന് കൈകാര്യം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് ജൈവകൃഷി എന്ന് നമ്മൾ എല്ലാവരും പറയുമെങ്കിലും ജൈവകൃഷിയുടെ അടിസ്ഥാനം തന്നെ പശു വളർത്തലാണ്. പക്ഷേ ഈ ചാണകത്തിന് ട്രാൻസ്പോർട്ട് ചെയ്യാനും കൊണ്ടുപോകാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മണ്ണിര കമ്പോസ്റ്റ് ആകുമ്പോൾ ഡ്രൈ ആണ്, ആർക്ക് വേണ്ടി കൈകാര്യം ചെയ്യാം, കൈകൊണ്ട് വാരാം, അല്ലെങ്കിൽ ബാഗുകൾ കൊണ്ടുപോകാം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചാണകത്തിനൊരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഉദ്ദേശത്തോടു കൂടെയാണ് അതും കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഈ മണ്ണിര കമ്പോസ്റ്റ് തുടങ്ങിയത്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു നിർമ്മാണ പ്രക്രിയ? എങ്ങനെയാണ് അടിസ്ഥാനമായിട്ട് എന്തൊക്കെ മുന്നൊരുക്ക പ്രവർത്തനം ചെയ്യാം? സാധാരണ നമ്മൾ എൻ്റെ ടാങ്കുകളാണെങ്കിൽ ടോട്ടൽ കപ്പാസിറ്റി 21 m³ ആണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു 2 മീറ്റർ നീളം, 1.5 മീറ്റർ വീതി, 90 സെൻറ്റിമീറ്റർ ആഴം, അത്തരത്തിലുള്ള ടാങ്കുകളാണ് നിർമ്മിച്ചേക്കുന്നത്. ആ ടാങ്കുകൾക്ക് തന്നെ അകവും പുറവും പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ആൻഡ് പാൻ തയ്യാറാക്കിയിട്ടുണ്ട് അതിന്. പിന്നെ ആൻഡ് പാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ടാങ്കിന് ചുറ്റും വെള്ളം കെട്ടിയിടത്തക്ക വിധത്തിൽ ചെറിയൊരു ഗ്രൂവ് ഉണ്ടാക്കി കൊടുക്കും. നമ്മളതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കും. കൊതുമുട്ടയിട്ട് കൂത്താടി ആവാതിരിക്കാൻ വേണ്ടി നമ്മുടെ കരി ഓയിലോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓയിലോ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ തന്നെ കൊതുമുട്ടയിട്ട് കൂത്താടി ആവില്ല. പിന്നെ പെരിച്ചാഴി കയറാൻ സാധ്യതയുണ്ട് ടാങ്കിനകത്തോട്ട്. അപ്പോൾ ചിക്കൻ മെഷ് വെച്ചിട്ടുള്ള അടപ്പ് വെച്ച് അടച്ചു കൊടുക്കും. അതോടൊപ്പം റൂഫ് വേണം, മഴ നനയരുത്, ഡയറക്റ്റ് സൺലൈറ്റ് ഏൽക്കരുത്. ഇത്രയാകുമ്പോൾ നമ്മുടെ മണ്ണിര കമ്പോസ്റ്റിൻ്റെ റെഡിയാകും. ഇനി എന്തൊക്കെയാണ് യഥാർത്ഥ പ്രവർത്തനം? ആദ്യം അടിയിൽ നമ്മൾ ചകിരി മലർത്തി അടുക്കും. അതിൻ്റെ മുകളിലാണ് ഓരോ ലെയറായിട്ട് ഈ വേസ്റ്റുകളും ചാണകവും മാറി മാറി അടുക്കി വെള്ളം നനച്ചു കൊടുത്ത് ഒരു 3 ആഴ്ച കഴിയുമ്പോഴാണ് മണ്ണിരയെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആദ്യം 2-3 ടാങ്കുകളിൽ വേസ്റ്റ് നിറയ്ക്കും. 3 ആഴ്ച ആകുമ്പോഴേക്കും ഓരോ ടാങ്കിലായിട്ട് മണ്ണിരയെ റിലീസ് ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ മണ്ണിര കമ്പോസ്റ്റ് ടാങ്കുകളിൽ സ്ഥിരമായിട്ട് കാണുന്നൊരു ദോഷം എന്ന് പറഞ്ഞാൽ കൊമ്പൻ ചെല്ലി വന്ന് മുട്ടയിട്ട് അതിൻ്റെ പ്യൂപ്പേഷനും സ്റ്റേജെല്ലാം ഈ ചാണകക്കുഴിക്കകത്താണ്. അതായത് മണ്ണിര കമ്പോസ്റ്റ് ടാങ്കിനകത്ത് നമ്മൾ ചെയ്യുന്നത് മെറ്റാറൈസിയം എന്ന് പറയുന്ന കുമിളിനെ കൂടെ ഈ ടാങ്കിൽ കൂടെ ഇട്ട് കൊടുക്കും. അതുകൊണ്ട് അവിടെ ചെയ്യുന്ന ഗുണം എന്ന് പറഞ്ഞാൽ ഈ കൊമ്പൻ ചെല്ലിയുടെ നമ്മളെന്താ കുണ്ടളപ്പുഴു എന്നൊക്കെ നാടൻ ഭാഷയിൽ പറയുന്നതിനെ പ്യൂപ്പേറ്റ് ചെയ്ത് ഇതിനെ പാരസിറ്റൈസ് ചെയ്ത് ഈ പ്യൂപ്പകളെല്ലാം നശിപ്പിച്ച് നമുക്ക് കൊമ്പൻ ചെല്ലി ആക്രമണം നമുക്ക് പൂർണ്ണമായിട്ടും തടയാൻ പറ്റും.
അന്നമുണ്ടാക്കുക എന്നത് ദൈവികമായ പ്രക്രിയയാണ്. ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും സ്വന്തം ജീവിതം കൊണ്ട് സമൂഹത്തിന് അങ്ങനെ ഒരു സന്ദേശം നൽകുകയാണ് ഡോക്ടർ ശ്രീകുമാറും പ്രേമവല്ലിയും. നേരാം ഭാവുകങ്ങൾ.